ഹായ്, ഹലോ ഗൈസ്, കുഞ്ഞാനാണ്. അപ്പോളേ യൂട്യൂബിൽ വരുമാനം കിട്ടിയോ എന്ന് ചോദിക്കാൻ എത്ര ആൾക്കാരാണെന്നറിയോ? ഇതിപ്പോൾ എന്താ ഇപ്പം പറയാൻ കാരണം വിചാരിച്ചാലേ വരുമാനം കിട്ടിയോണ്ട് പറയല്ല, കാരണം ഉണ്ട് പറയാൻ. എപ്പോൾ കാണുമ്പോൾ ചോദിക്കും വരുമാനം കിട്ടിയോ. ഈ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു ലൈക്ക് അടിക്കാനോ ഒരു കമൻറ്റ് ചെയ്യാനോ ഇതിനൊന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ ചാനൽ തുടങ്ങിയത് ഓൽക്കാരെ, ചാനൽ വരുമാനം കിട്ടൂല എന്നുള്ളത് ഓൽക്കാരെ കഴിഞ്ഞിട്ടല്ല, കളിയാക്കുക. യൂട്യൂബിൽ വരുമാനം കിട്ടിയോ ഒരു ലൈക്കും കമൻറ്റൊക്കെ ഇട്ടിട്ട് ചോദിക്കുകയാണെങ്കിൽ തിരക്കില്ല. നമുക്ക് യൂട്യൂബിൽ വരുമാനം കിട്ടിയോ എന്നുള്ളത് ചോദിക്കുമ്പോൾ ഒരു രസമാണ്. ലൈക്കും കമൻറ്റൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് കമൻറ്റ് ഇടുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ രസമാണ്. ഇതൊന്നും ചെയ്യാതെ നമ്മളെ കാണുമ്പോൾ വരുമാനം കിട്ടിയോ, ഇപ്പം എത്ര റുപ്യ കിട്ടി യൂട്യൂബിൽ നിന്ന്, ഇതൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് എന്താ നമ്മൾ പറയുക? ഒരു ലൈക്ക് കമൻറ്റൊക്കെ ഇട്ടിട്ട് ചോദിക്കുകയാണ് എനിക്ക് വരുമാനം കിട്ടിയ യൂട്യൂബിൽ, ഇപ്പം എങ്ങനെ എത്ര റുപ്യ കിട്ടുന്നുണ്ട്, ഇങ്ങനെയൊക്കെ മാസം എത്ര റുപ്യ കിട്ടും എന്നൊക്കെ ചോദിക്കണേ നമുക്ക് രസമാണ്. ഇതൊരു ലൈക്കും ഇല്ല ഒരു കമൻറ്റും ഇല്ലാത്ത ആൾക്കാർ യൂട്യൂബിൽ വരുമാനം കിട്ടിയോ ചെയ്യുമ്പോൾ എന്താ നമ്മൾ അവരോടൊക്കെ പറയുന്നത്? പരിഹാസം ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒരു മനുഷ്യന് എത്രത്തോളം ഒരു പരിഹാസം താങ്ങുമെന്നുള്ള അവർ ചിന്തിക്കണ്ടേ? എപ്പോൾ കാണുമ്പോൾ ഒരു പരിഹാസമാകുമ്പോൾ മനുഷ്യന്മാർക്ക് താങ്ങാൻ പറ്റൂല. അപ്പം നമ്മൾ ചിലപ്പം പറയാം അപ്പോൾ 2 ലക്ഷം കിട്ടി കഴിഞ്ഞ മാസം, ഇനി അടുത്ത മാസം വരും അതേമാതിരിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് തിരിച്ച് മറുപടിയൊക്കെ പറയും. പക്ഷേ അതൊന്നൊരു ന്യായമുള്ളതല്ലല്ലോ. യൂട്യൂബിൽ വരുമാനം കിട്ടണമെങ്കിൽ എന്തുവാണ്, നല്ലോണം ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബിൽ വരുമാനം കിട്ടില്ല. അല്ലാതെ ചാനലാണ് തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടില്ല. അങ്ങനെ വിചാരിച്ചിട്ട് ആരും ഇരിക്കണ്ട. അതായത് വിചാരിച്ചാൽ ചോദിക്കും വേണ്ട. സംഗതി ഇപ്പോൾ ആർക്കും എന്തും ചോദിക്കാതല്ല പ്രശ്നം. എന്നാലും ഒരു മനുഷ്യനെങ്ങനെ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ കിട്ടിയോ ചോദിക്കുമ്പോൾ മനുഷ്യനൊക്കെ ഇടങ്ങറയിക്കാരം. നിങ്ങൾ വരുമ്പോൾ പിന്നെ യൂട്യൂബിൽ നമുക്ക് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യേ, പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വരും. അപ്പോൾ പിന്നെ വരുമാനമൊക്കെ വരേ. അല്ലാതെ വെറുതെ ഇങ്ങനെ കാണുമ്പോൾ വരുമാനം കിട്ടിയോ എന്നുള്ളത് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. വരുമാനം കിട്ടണമെങ്കിൽ എന്ത് വേണം? കണ്ടമാനം നല്ല ഫോളോവേഴ്സും വേണം. അതേമാതിരിക്ക് ഫോളോവേഴ്സ് അല്ല പ്രശ്നം, കാണലാണ് മെയിൻ. ഫോളോവേഴ്സ് കിട്ടിയാണെങ്കിൽ യൂട്യൂബിൽ അംഗീകാരം കിട്ടും, അത് വേറെ വിഷയം. കാണലാണ് മെയിൻ. ഇത് കാണലും കൂടി മെയിൻ ആകുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ, വരുമാനം കിട്ടുള്ളൂ. എന്നിട്ട് ഇത് നല്ലോണം ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഇട്ടിട്ട് ചോദിക്കുക വരുമാനം കിട്ടിയോ എന്നുള്ളത്. അല്ലാണ്ട് ഇങ്ങനെ കാണുമ്പോൾ വരുമാനം കിട്ടുമോ ചോദിച്ചാൽ വരുമാനം ആകൂല. കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എത്ര സെക്കൻഡ് അല്ലെങ്കിൽ എത്ര മിനിറ്റ് വീഡിയോ വെച്ചെങ്കിൽ അത് ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ ചോദിക്കും, മാസം ചോദിക്കും ഇപ്പം എങ്ങനെയുണ്ട്, വരുമാനം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അല്ലാതെ ഒന്നും പിന്നെ ചെയ്യാണ്ട് വരുമാനം കിട്ടിയോ ചോദിച്ചാൽ അത് വരുമാനം ആവില്ല. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകും. നിങ്ങളെ സപ്പോർട്ട് തന്നെ നമുക്ക് ഇതുവരെ മുന്നോട്ട് നമ്മൾ നയിക്കുന്നത്. വൈക്കൂടെ നിങ്ങൾ ലൈക്ക് കമൻറ്റോടൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പരമാവധി ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയറും ചെയ്യുക. എങ്ങനെയെങ്കിലും ഒരാൾ രക്ഷപ്പെട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പരമാവധി ഷെയർ ചെയ്തോളി, അപ്പോഴേ രക്ഷപ്പെടുള്ളൂ. ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനൊന്നും പോണില്ല. അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, വരുമാനം കിട്ടും, എല്ലാതും ആവും. അപ്പോൾ വരുമാനം നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് കയറുന്നുണ്ട് വരുമാനം. പക്ഷെ അതൊരു മാസം കടന്നുപോയി. ഒരു മാസം നമുക്ക് ഇത്ര $, വന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരുമാനം കിട്ടുള്ളൂ. അപ്പം അത് വരുമാനം കിട്ടണമെങ്കിൽ അത്ര $, വന്നില്ല. അടുത്ത മാസം നമുക്ക് പ്രതീക്ഷയുള്ളൂ കേട്ടോ. പിന്നെ ഒരു സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതുപോലും ചെയ്യാത്ത ആൾക്കാരുണ്ട്, പറയും ചെയ്യുന്നവരുണ്ട് കേട്ടോ, നല്ല മനുഷ്യന്മാർ പറഞ്ഞു. ചിലർ പറയാതെ ഒത്തിരി സൂപ്പർ ചാറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു വല്ലാത്തൊരു അംഗീകാരം, വല്ലാത്തൊരു സന്തോഷം തന്നെ. സ്നേഹത്തിൻ്റെ പേരിൽ നമ്മളെ കഷ്ടപ്പാടിട്ട് അങ്ങനെ കുറേ ആൾക്കാർ ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ അതൊരു സ്നേഹത്തിൻ്റെ പേരിൽ ചെയ്യണതാണ്. നമുക്ക് അത്രേ പറയാനുള്ളൂ. അത് പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് തരും. നമ്മൾ തോന്നുന്ന ബലങ്ങളെ കൊണ്ട് കഴിയണതൊക്കെ നമ്മൾ പറഞ്ഞു. അല്ലാണ്ട് ഒരുപാട് സംഖ്യ വന്നിട്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പറയില്ല. ചെറുത് ചിലവരോട് പറഞ്ഞപ്പോൾ നാളെ ചെയ്യട്ടോ, പിന്നെ വൈക്കാളെ കണ്ട് നമ്മളെന്താ പറയുക 40, 50, 100 അല്ലാത്തോണം നമ്മൾ പറയണോ കഴിയുന്നത്. ചെറുതായിട്ട് സംഖ്യ സൂപ്പർ ചാർജ് ചെയ്താൽ നമുക്ക് വരുമാനം കിട്ടും ചെയ്യും, പിന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും, $റും കയറും. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇത് ചോദിക്കണ്ട. കാണുമ്പോൾ പറ്റെങ്കിൽ എന്ത് ചെയ്തോളി, ലൈവിലൊക്കെ വന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുക, സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം സൂപ്പർ ചാറ്റ് ചെയ്താൽ ഞാനെന്ന് കത്തിക്കയറിയൊക്കെ റെഡി ആക്കി ഞങ്ങൾ സൂപ്പർ ചാറ്റ് ഒന്നും വേണ്ട. പിന്നെ നമ്മളെ സഹായിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് സഹായിക്കുന്നത് നല്ലോണം ബോധ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബാക്കിയൊക്കെ നമ്മളും ചെയ്തു തരുന്നുണ്ട്. ആരും പേടിക്കണ്ട, ധൈര്യമായിട്ട് സപ്പോർട്ട് ചെയ്തോളി. ഒരാളും നിരാശപ്പെടണ്ട. ഞാൻ രക്ഷപ്പെട്ടാൽ ഇതിൻ്റെ ഒരു ഉപകാരങ്ങൾക്കും ഉണ്ടാവും. അതുകൊണ്ട് അതാരും മറക്കണ്ട. ഞാൻ വെറും വാക്ക് പറയണതല്ല, നമ്മളെ വീഡിയോ ഒക്കെ കിടക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് പറഞ്ഞൂടെ, ഇപ്പം പണ്ട് എന്തൊക്കെ പറഞ്ഞതാണെന്നുള്ളത്. ആ പറഞ്ഞത് ഞാൻ മറക്കൂല, നിങ്ങളും മറക്കാഞ്ഞ മതി. ഇപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾ മറക്കണ്ട. സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ലൈവിലൊന്ന് സൂപ്പർ ചാറ്റ് ചെയ്യുക. കൂടുതലൊന്നും നമ്മൾ പറയണില്ല, കഴിയുന്നതാ പറയുള്ളൂ. കഴിയുന്നത്
20, 40 എത്ര ചെയ്യാൻ പറ്റും? 100 ആൾ ലൈവിലുണ്ടെങ്കിൽ 40 രൂപ ചെയ്ത സംഖ്യയായി. അപ്പോൾ അതുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മാസത്തിൽ അത് കിട്ടും. ആ $100 മാസത്തിലാണ് കിട്ടും. ദിവസം വലിയ ലൈവിൽ വരുന്ന പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. പരമാവധി ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് മെയിൻ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ പിന്നെ പറയുന്നത് കൊണ്ട് ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി, ഒക്കെ ശരിയാവും. എല്ലാത്ത മതി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും പരമാവധി വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തോളി.